Come and join iLearn IAS and feel the difference. Myself, Abdul Fasal, History Faculty in iLearn IAS, and today we are going to study 1857 Revolt. 1857 Revolt കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? യെസ്, ഇറ്റ് ഈസ് വെരി അക്ലൈംഡ് അല്ലേ, വെരി വാട്ടർഷെഡ് മൊമെൻ്റ് ആയിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഏത് മൊമെൻ്റ് ആണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ 1, 2, 3 മൊമെൻറ്റുകൾ പറയാറുണ്ട്. അതിലെ വൺ ഓഫ് ദി മേജർ മൊമെൻ്റ് ആണ് ഏത്? 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കാറൽ മാർക്സിസ്റ്റ് ആചാര്യനായിട്ടുള്ള കാറൽ മാർക്സ് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ റിവോൾട്ട് ബട്ട് ഇറ്റ്സ് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശേഷം സവർക്കറും ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നുണ്ട്? ഇറ്റ്സ് എ നാഷണൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വാർ ഓഫ് സ്ട്രഗിൾ ആയിരുന്നു, വാർ ഓഫ് ഇൻഡിപെൻഡൻസിനാണ് എന്ന് 1857 റിവോൾട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം മഹത്തരമായിട്ടുള്ള ഒരു സംഭവ ബഹുലമായ മൊമെൻ്റ് ആയിരുന്നു 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ UPSC എക്സാം ആൾസോ. UPSC എക്സാമിന് ഈ ഏരിയയിൽ നിന്ന് പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിലിംസിന് ഈ ഏരിയയിൽ നിന്ന് ഇതിൻ്റെ കോസസ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയാണെന്നുള്ള ചോദ്യം വരാം, അതുപോലെ തന്നെ ഏതൊക്കെ ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഇതിൽ റോൾ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നേക്കാം. അതുപോലെ തന്നെ UPSC മെയിൻസ് എക്സാമിന് ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്നുള്ള ബേസിസ് ക്വസ്റ്റ്യൻ വന്നേക്കാം. അതുപോലെ തന്നെ റീസെൻ്റ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഇറ്റ് വാസ് എ കൾമിനേഷൻ ഓഫ് മെനി റിവോൾട്ട്സ് ഇൻ പ്രീ 1857. 1857 മുമ്പുള്ള ഒരുപാട് ഇവൻറ്റുകളുടെ കൾമിനേഷൻ ആയിരുന്നു 1857 ക്രിട്ടിക്കലി എക്സാമിൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരെ ചോദിച്ചേക്കാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം. ഇതിൻ്റെ ഫെയിലിയർ ഓഫ് 1857 അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നേക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അനലറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് 1857 എന്നീ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം UPSCയിൽ വന്നേക്കാം. അതുകൊണ്ട് തന്നെ 1857 ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ അവർ UPSC ജേണി ആൻഡ് ആസ് വെൽ ആസ് അവർ UPSC സ്റ്റഡി. ഈ രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് UPSCനെ കുറിച്ച് ഈ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസസ് ഓഫ് ദി റിവോൾട്ടിൻ്റെ കോസസ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകും. അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള കോസസ് ആണ് 1857 റിവോൾട്ടിന് ഉണ്ടായിട്ടുള്ളത്, ഏതൊക്കെ ഇവൻറ്റുകളാണ് അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്, വാട്ട് ആർ ദ കോസസ് ഓഫ് ഫെയിലിയേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സസിൻ്റെ മുന്നോട്ട് പോകുമ്പോഴുള്ള ബ്ലൂ പ്രിൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, 1857 എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. 1857 റിവോൾട്ടിൻ്റെ റീസൺസ് എന്തൊക്കെയായിരിക്കും? 1857 ഒരു ആക്സിഡൻ്റൽ ഇവൻ്റ് ആണോ? പെട്ടെന്നുണ്ടായ ഒരു ഇവൻ്റ് ആണോ? അല്ല. പലപ്പോഴും ആദ്യകാലത്തെ ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻസും ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഇതിനൊക്കെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കാട്രിഡ്ജ് ബേസ്ഡ് ആയിട്ടുള്ള റൈഫിൾസ് കാരണത്താലാണ് 1857 റിവോൾട്ട് ഉണ്ടായി എന്നാണ് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. ഇതിൻ്റെ പിന്നീട് ഒരുപാട് അവരുടേതായ താല്പര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നാഷണൽ ഹിസ്റ്റോറിയൻസും നമ്മുടെ പല ഹിസ്റ്റോറിയൻസും ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച സമയത്ത് ഇതിന് ഒരുപാട് കോസസ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. Simply it's not an accidental event, but it because of the many impact done by the British government. ഇന്ത്യയിൽ വരുത്തിയിട്ടുള്ള ഒരുപാട് പോളിസികളുടെയും അതിൻ്റെ ഇമ്പാക്റ്റ് റീസൺ ബേസിസിലാണ് 1857 റിവോൾട്ട് ഉണ്ടാകുന്നു എന്നാണ് പുതുതായിട്ടുള്ള എല്ലാ ഹിസ്റ്റോറിയൻസും സമ്മതിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. നമുക്കറിയാം 1857 എത്തുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അല്ലേ? എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വരുന്നത്? എപ്പോഴാണ് ഇന്ത്യയിലെത്തുന്നത്? 1608 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. 1608 വന്നിട്ട് അപ്പോഴേ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം തുടങ്ങിയിരുന്നോ? ഇല്ല. അവരൊരു ട്രേഡിംഗ് കമ്പനി ആയിരുന്നു.
1857 വരെ എന്തായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ട്രേഡിംഗ് കമ്പനി ആയിട്ടാണ് ഇന്ത്യയിൽ എന്താണ് അവരുടെ റോള് എന്ന് പറയുന്നത്. ഈ സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എവിടെയായിരുന്നു? ഇന്ത്യയിൽ നിന്ന് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുക, ബ്രിട്ടനിൽ നിന്ന് പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുക എന്നതിലായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ 1757 നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ കർണാട്ടിക് വാർ, ബാറ്റിൽ ഓഫ് പ്ലാസി. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി സംഭവിക്കുന്നു. ബാറ്റിൽ ഓഫ് പ്ലാസി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റവല്യൂഷണറി മൊമെൻ്റ് ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു റവല്യൂഷണറി മൊമെൻ്റ് ആയിരുന്നു. ബിക്കോസ് ഇറ്റ് ചേഞ്ച്ഡ് ദ നേച്ചർ ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രം എ കൊമേഴ്ഷ്യൽ എൻറ്റൈറ്റി ഇൻ ടു പൊളിറ്റിക്കൽ വെഞ്ചർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ കാണുന്നത്. അതോടുകൂടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തായിട്ട് മാറുന്നു? വിത്ത് ട്രേഡിംഗ് കമ്പനി ആസ് വെൽ ആസ് എ പൊളിറ്റിക്കൽ പവർ ആയിട്ട് ഇന്ത്യയിൽ എമേർജ് ചെയ്യുകയാണ്. എവിടെയാണ് എമേർജ് ചെയ്യുന്നത്? ബംഗാളിലാണ്. ബംഗാൾ ആവട്ടെ അന്ന് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏഷ്യയുടെ തന്നെ 60% ഓഫ് എക്സ്പോർട്ട് പോയിരുന്നത് എവിടെ നിന്നായിരുന്നു? ബംഗാളിൽ നിന്നായിരുന്നു. ആ ബംഗാളിലാണ് ആർക്ക് പവർ കിട്ടുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പവർ കിട്ടുന്നത്. അതോടുകൂടിയിട്ട് 1/4 ഓഫ് ദി GDP കോൺട്രിബ്യൂട്ട് ഇന്ത്യയുടെ അന്നത്തെ GDPയുടെ കോൺട്രിബ്യൂഷൻ എവിടെ നിന്നായിരുന്നു? ബംഗാൾ. അങ്ങനെ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു റീജിയണിലേക്കാണ് ആര് വരുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പവർ ഏറ്റെടുക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ വെഞ്ചർ ആയിട്ട് അവർ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈ സമയത്ത് അവർ ഒരുപാട് പോളിസികൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് റവന്യൂ സെറ്റിൽമെൻറ്റുകൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് പഠിച്ചില്ലേ? റൈറ്റ് ടു വാരി സെറ്റിൽമെൻറ്റ് പഠിച്ചു, മഹൽവാരി സെറ്റിൽമെൻറ്റ്സ് പഠിച്ചു. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുമ്പത്തെ ക്ലാസ്സിൽ. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സൊസൈറ്റിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സിനെ, ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിളിനെ ഇവർ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് പോളിസീസ്, ഡിഫറെൻറ്റ് ഗവർണർമാർ പല പോളിസികളും കൊണ്ടുവരുന്നുണ്ടല്ലോ. അന്ന് നമ്മൾ പഠിച്ചിട്ട് റൂളേഴ്സ് ഓഫ് ഇന്ത്യൻ നാറ്റീവ് റൂളേഴ്സിനെ ബാധിക്കുന്ന ഒരുപാട് പോളിസികൾ കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, വെല്ലസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സബ്സിഡറി അലയൻസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സബ്സിഡറി അലയൻസ് എന്ത് ചെയ്തു? നമ്മുടെ നാറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ സവേണിറ്റി കൊണ്ടുപോകുന്നതായിരുന്നു അല്ലേ? സവേണിറ്റി ഇല്ലാതാക്കുന്നതായിരുന്നു, ഡീഗ്രേഡ് ചെയ്യുന്നതായിരുന്നു അല്ലേ? നമ്മൾ വെറും സബ്സേർവിയൻ്റ് ആയി മാറി. നാറ്റീവ് സ്റ്റേറ്റ്സുകൾ എന്തായിട്ട് മാറി? നാറ്റീവ് സ്റ്റേറ്റ്സ് സബ്സേർവിയൻ ടു ബ്രിട്ടീഷ് പാരാമൗൺസി. ബ്രിട്ടീഷ് പാരാമൗൺസിക്ക് എന്ത് ചെയ്യത്? സബ്സേർവിയൻ്റ് ആവുകയല്ലേ ഉണ്ടായത്? പാരാമൗൺസിക്ക് എന്ത്? സബ്സേർവിയൻ്റ് ആവാണ് ഉണ്ടായത്. ഏതിലൂടെ? സബ്സിഡറി അലയൻസ്. ഇത് ഒരുപാട് സ്റ്റേറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിനൊരു ഉദാഹരണം പറയാവോ? എന്താണ് ഉദാഹരണം? ഹൈദരാബാദാണ് ആദ്യമായിക്കൊണ്ട് എന്ത് ചെയ്തത്? ഹൈദരാബാദാണ് സബ്സിഡറി അലയൻസ് എന്ത് ചെയ്ത് ഒപ്പുവെച്ചത്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സബ്സിഡറി അലയൻസ് നിങ്ങൾക്ക് ഉദാഹരണം പറയാമോ? മറാത്ത സ്റ്റേറ്റ്സ്. യെസ്, മറാത്ത സ്റ്റേറ്റ്സ്. അതുവരെ ഒരു മറാത്ത എംപയർ സ്വപ്നം കണ്ടിരുന്ന മറാത്ത സർദാർമാർക്കുണ്ടായിരുന്ന സെറ്റ് ബാക്ക് ആയിരുന്നു ഏത്? ആംഗ്ലോ മറാത്ത വാർസിൻ്റെ എൻഡിൽ സബ്സിഡറി അലയൻസിൽ ഒപ്പുവെച്ചതില്ലേ? അപ്പോൾ ഒരു ഡ്രീമിന്, അവരുടെ സ്വപ്നങ്ങൾക്ക് സെറ്റ് ബാക്ക് ചെയ്യുക, ഒരു ബ്ലോ ഉണ്ടാക്കുക എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള കാര്യമാവോ? അവർക്ക് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമായിരിക്കും അല്ലേ? അവർക്ക് ഡെഫിനറ്റ്ലി എന്ത് തോന്നും? സ്റ്റേറ്റിനോട്, ബ്രിട്ടീഷ് എംപയറിനോട് എന്താ തോന്നുക? ഒരു തരത്തിലുള്ള ഡിസ്ട്രസ്റ്റ് ഫീൽ ചെയ്യും, ഒരു തരത്തിലുള്ള ഹെയ്റ്റ്രഡ് ഫീൽ ചെയ്യും അല്ലേ? അങ്ങനെയുള്ള ഹെയ്റ്റ്രഡ് ഇന്ത്യൻ റൂളേഴ്സിന് എന്തായിട്ടുണ്ട്? ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് അഥവാ മുഗൾ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചവരായിരുന്നു ആര്? ജമീന്ദാർമാർ അല്ലേ? ജമീന്ദാർമാരായിരുന്നു എന്ത് ചെയ്തിരുന്നത്? അവരുടെ പ്രധാനപ്പെട്ട വർക്ക് എന്താ? യെസ്, റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വർക്ക്. അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നുള്ളത് എന്താണ്? റവന്യൂ കളക്ഷൻ ആയിരുന്നു. when we come to the revenue settlement of British East India Company, in the system of right wari settlements, zamindars in India, they don't have any kind of role.
ദ റോൾ വാസ് ടു ദി റയറ്റ്സ്, ദാറ്റ് മീൻസ് പെസൻസ്. അവരെ ജമീന്ദാർസിനെ റിമൂവ് ചെയ്തിട്ട് ആ റോൾ ആർക്ക് കൊടുത്തു? ആർക്കാ കൊടുത്തത്? റോൾ കൊടുത്തത് പെസൻസിനാണ് കൊടുത്തത്. പെസൻസിന് അവിടെ റോൾ വന്നു. എഗെയിൻ അവധ് എന്നുള്ള റീജിയൻ, നമ്മൾ ഇന്ന് ഉത്തർപ്രദേശിൽ കാണുന്ന അവധ് എന്ന റീജിയനിൽ എന്തുണ്ടായി? താലൂക്ക്ദാരി സെറ്റിൽമെന്റ് ഉണ്ടായി. താലൂക്ക്ദാരി സെറ്റിൽമെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ അല്ലേ? സ്ലോലി ആൻഡ് ഗ്രാജുവലി എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ജമീന്ദാർസായ താലൂക്ക്ദാർസിനെ റിപ്ലേസ് ചെയ്തിട്ട് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് അവിടെ വരാൻ തുടങ്ങി അല്ലേ? പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? യെസ്, ആബ്സെന്റി ലാൻഡ് ലോഡിസം വന്നു. ആബ്സെന്റി ലാൻഡ് ലോഡിസം വന്ന അതോട് കൂടിയിട്ട് എന്താ ഉണ്ടായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഓൾഡ് ജമീന്ദാരീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ജമീന്ദാർസും കൂടി വന്നു അല്ലേ? ന്യൂ ജമീന്ദാർസും കൂടി വന്നു. അത് എന്തിനെ എഫക്ട് ചെയ്തു? പഴയ ജമീന്ദാർസിനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ജമീന്ദാർസ് ആരാണ്? നാച്ചുറൽ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആയിരുന്നു. നാച്ചുറൽ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആയിരുന്നു അവർ എന്ന് പറയണത്. എഗെയിൻ ഇതൊക്കെ എഫക്റ്റ് ചെയ്യുക ആരാണ്? അടുത്തൊരു ഗ്രൂപ്പ് ആരാണ്? പെസൻസിനെയാണ്. നമുക്കറിയാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ് സിസ്റ്റത്തിലും പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിലും മഹൽവാരി സെറ്റിൽമെന്റ് സിസ്റ്റത്തിലും ഒക്കെ എന്തായിരുന്നു? ആർബിട്രറി ആയിട്ടുള്ള മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ അസസ്മെന്റ് ഒക്കെ നടത്തിയിരുന്നു. എന്തിന്? ടാക്സ് റേറ്റ് ഡിഫൈൻ ചെയ്യുന്നതിൽ. അപ്പോൾ ടാക്സ് എക്സ്ട്രാക്ഷൻ വാസ് ദാറ്റ് മച്ച് എക്സ്പ്ലോയിറ്റേറ്റീവ്. അത്രമാത്രം എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു പെസൻസിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ഉണ്ടായിരുന്നത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആരെ എഫക്ട് ചെയ്തു? പെസൻസിനെയും എഫക്ട് ചെയ്തു. പിന്നീട് ഉണ്ടായത് ആരായിരുന്നു? ട്രേഡേഴ്സ്. ഇന്ത്യയിൽ ഉണ്ടായ ട്രേഡേഴ്സിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് ആരുണ്ടായത്? മോണോപ്പൊളി ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ ഇവരെയും എഫക്ട് ചെയ്തില്ലോ. പിന്നീട് ഉണ്ടായത് ആരാണ്? ആർട്ടിസാൻസ്. ഈ സമയത്താണ് നമ്മുടെ 18th സെഞ്ചുറിയിലാണ് ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നത്. ഈ സമയത്താണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് പ്രൊഡക്ഷൻ ഓഫ് ചീപ്പ് പ്രൊഡക്റ്റ് ആണ്. ചീപ്പ് പ്രൊഡക്ട്സിന്റെ മാസ് ബൾക്കി ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നത്. അത് അവരെന്താ ചെയ്യുന്നത്? ദേ ആർ ഇമ്പോർട്ടിങ് ടു ഇന്ത്യ. എന്തിനാ അവർ ചെയ്യുന്നത്? മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ട. ഈ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുണ്ടായ ആർട്ടിസാൻസ്, ഹാൻഡിക്രാഫ്റ്റ് മേക്കേഴ്സ്, ഇവരുടെ എല്ലാം ലൈവ്ലിഹുഡ് ലോസ്റ്റ് ആവണം അല്ലേ? അത് പകരം ആരാ കൊണ്ടുപോകുന്നത്? ബ്രിട്ടനിൽ ഉണ്ടായ ആൾക്കാരാണ് അതിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ആർട്ടിസാൻസിനെയും അത് എഫക്റ്റ് ചെയ്യല്ലോ. സെയിം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സറും കഴിഞ്ഞതിന് ശേഷം റോബർട്ട് ക്ലൈവിന്റെ ഡുവൽ ഗവൺമെന്റിനെ കുറിച്ച് പഠിച്ചിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ പറയാറുണ്ട്, ആ സമയത്ത് ബംഗാളിൽ ഉണ്ടായിരുന്ന ആർട്ടിസാൻസ് അവർ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യായിരുന്നു? അവരെ ഫിംഗർ അടക്കം എന്ത് ചെയ്യാറുണ്ട്? കട്ട് ചെയ്ത് ഒഴിവാക്കാറുണ്ട്. അത്രമാത്രം എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു എവിടെ വർക്ക് ചെയ്തിരുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1757 അഥവാ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് പീപ്പിളിനെ, സെഗ്മെന്റ് ഓഫ് പീപ്പിൾസിനെ എന്ത് ചെയ്തു? അവരുടെ ഭരണം എഫക്റ്റ് ചെയ്തു. അതിൽ ആരൊക്കെയുണ്ട്? റൂളേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ട്, ജമീന്ദാർസ് ഉണ്ട്, പെസൻസ് ഉണ്ട്, ട്രേഡേഴ്സ് ഉണ്ട് ആൻഡ് ആർട്ടിസാൻസ് ഉണ്ട്. അഗെയിൻ ലാസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു സീപ്പോയ്. ആരാണ് സീപ്പോയ്? സീപ്പോയ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിറ്ററിയിലേക്ക് നമ്മുടെ നാറ്റീവായിട്ടുള്ള ഇന്ത്യൻസിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ വിളിക്കുന്ന പേരാണ്, അവരെ ഇംഗ്ലീഷ് പീപ്പിൾ കോൾ ചെയ്ത നെയിമെയാണ് സീപ്പോയ് എന്ന് പറയുന്നത്. ഈ സീപ്പോയിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ഹേർട്ട് ചെയ്തിരിക്കുന്നത്? അത് നമ്മൾ മിലിറ്ററി കോഴ്സസിൽ കൂടുതലായിട്ട് പഠിക്കും. സ്റ്റിൽ എങ്ങനെ എഫക്ട് ചെയ്ത ഈ ഒരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിറ്ററി സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഈ തരത്തിൽ നോക്കുമ്പോൾ എല്ലാ കൈൻഡ് ഓഫ് പീപ്പിളിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു റൂളായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ ഉണ്ടായിരുന്നു എന്ന് പറയണത്. ഇങ്ങനെ എഫക്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്?
1857 റിവോൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ 1857 റിവോൾട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിളിനെ എഫക്റ്റ് ചെയ്ത കാരണത്താലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കൾമിനേഷൻ ഓഫ് വാരിയസ് മൂവ്മെൻറ്റ് ആൻഡ് റിവോൾട്ട് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇത് ഒരു ആക്സിഡൻ്റൽ ഇവൻ്റ് അല്ല, ഇതൊരു ഒരു എവല്യൂഷണറി ആണ്. ഇതിൻ്റെ ഒരു പീക്ക് മൊമെൻറ്റ് വന്നത് 1857 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഇവൻറ്റ് നടന്നു, ഇവരൊരു ഇവൻറ്റ് നടന്നു, ഇവരൊരു ഇവൻറ്റ് നടന്നു, അങ്ങനെ ഇവൻറ്റുകൾ ഇങ്ങനെ കൂടി നടന്നു അവസാനം ഒരു പീക്കായ സമയത്ത് 1857 റിവോൾട്ട് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണ് പുതിയ കാലത്തെ ന്യൂ ഹിസ്റ്റോറിയൻസ് ആർ കോളിംഗ് ലൈക്ക് ദിസ് ആർ ദ കൾമിനേഷൻ ഓഫ് മെനി ഇവൻറ്റ്സ് എന്നാണ് പറയണത്. ഇതൊരു ആക്സിഡൻ്റൽ ഇവൻറ്റ് അല്ല എന്നാണ് ആര് പറയുന്നത്? പുതിയ കാലത്തെ ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അതിനവർ എക്സാമ്പിൾ പറയുന്നത് 1806 നടന്ന വെല്ലൂർ മ്യൂട്ടറി ഉണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വെല്ലൂർ മ്യൂട്ടറി എവിടെ പഠിച്ചത്? സിവിൽ റെബല്യനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെല്ലൂർ സിവിൽ റെബല്യൻ ആൻഡ് മിലിറ്ററി റെബല്യനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെല്ലൂർ മ്യൂട്ടറിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? മൈസൂരിലെ ടിപ്പുവിൻ്റെ സൺസും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സിപ്പോയികളെല്ലാം ഉണ്ടാക്കിയ ഒരു റെബല്യൻ ആയിരുന്നു ഏത്? വെല്ലൂർ മ്യൂട്ടറി എന്നുള്ളത്. വെല്ലൂർ മ്യൂട്ടറി എപ്പോഴാണ് നടക്കുന്നത്? 1806 വെല്ലൂർ മ്യൂട്ടറി നടക്കുന്നത്. അടുത്ത മ്യൂട്ടറി നടക്കുന്നത് 1860 നടക്കുന്ന മ്യൂട്ടറിയാണ്. അതെവിടെ നടക്കുന്നത്? ബറേലിയിലാണ് അടുത്ത മ്യൂട്ടറി നടക്കുന്നത്, ബറേലിയിൽ. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് it may be the first സിപ്പോയ് മ്യൂട്ടറി 1806. നെക്സ്റ്റ് നടക്കുന്നത് എവിടെയാണ്? ബറേലിയിലാണ് അടുത്ത സിപ്പോയ് മ്യൂട്ടറി നടക്കുന്നത്. നെക്സ്റ്റ് നടക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? ബരക്പൂറിലാണ്. ബരക്പൂറിലാണ് അടുത്ത മ്യൂട്ടറി 1824 ബരക്പൂറിൽ നടക്കുന്നുണ്ട് അല്ലേ? ഇതെല്ലാം എന്താണ്? സിപ്പോയ് മ്യൂട്ടറിയാണ്. സിപ്പോയ് മ്യൂട്ടറി മാത്രമാണോ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഇവന്റുകൾ എന്ന് പറയുന്നത്? ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഇവന്റുകൾ എന്ന് പറയുന്നത് ഇത് മാത്രമാണോ? അല്ല. തൊട്ട മുമ്പത്തെ ഇയേഴ്സ് അഥവാ 1856 എന്ത് നടക്കുന്നുണ്ട്? സാന്താൾ എന്ന് പറയുന്ന ട്രൈബൽസ് ആർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സാന്താൾ റെബല്യൻ ഉണ്ടാവുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് റെബല്യൻസ് ഈ സമയത്ത് നടക്കുന്നുണ്ട്. ഈ റെബല്യൻസിൻ്റെ എല്ലാം ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന അവരുടെ ഇൻട്രസ്റ്റ് വിൻഡിക്കേറ്റ് ചെയ്ത റീസൺ കാരണത്താൽ ഒരുപാട് റിവോൾട്ടുകൾ 1857 മുമ്പ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പീക്കായിട്ടാണ് എന്ത് വരുന്നത്? 1857 റിവോൾട്ട് ഉണ്ടാവുന്നത് അല്ലേ? ഈ റിവോൾട്ടിൽ എല്ലാവരും പങ്കെടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവരും എന്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഈ ഒരു റിവോൾട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ റൂളേഴ്സ് അഥവാ അന്നുണ്ടായ നൊബിലിറ്റി പങ്കെടുക്കുന്നുണ്ട്, സീപ്പോയ് പങ്കെടുക്കുന്നുണ്ട്, ജമീന്ദാർസ് പങ്കെടുക്കുന്നുണ്ട്, പെസൻസ് പങ്കെടുക്കുന്നുണ്ട്, ട്രേഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട്, ആർട്ടിസൻസ് പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സെഗ്മെന്റ് ഓഫ് പീപ്പിളും എന്തിൽ പങ്കെടുക്കുന്നുണ്ട്? 1857 റിവോൾട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റീസൺസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീസൺസിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഇത് കൾമിനേഷൻ ഓഫ് ഇവന്റ് ആണ് എന്നുള്ള ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞു. ഇനി ഇതിൽ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ഇക്കണോമിക് റീസൺസ്? ഈ ഒരു ഇവന്റിന്റെ ഇക്കണോമിക് റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോണത് അല്ലേ? നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓരോ കാര്യങ്ങളും, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൾമിനേഷൻ ഓഫ് ഇവന്റ്സ് ആണ്, അതിൻ്റെ കോസസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ഇക്കണോമിക് റീസൺസ് എന്തൊക്കെയാണ്? എന്തൊക്കെ തരത്തിലുള്ള പോളിസികളാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള 1857 റിവോൾട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, ഇക്കണോമിക് റീസൺസുകൾ കൊണ്ടാണ് 1857 ഉണ്ടാവാനുള്ള റീസൺ, ഇക്കണോമിക് കോസസ്. ഏതൊക്കെ ഇക്കണോമിക് കോസസ് ആണ് ഈ സമയത്ത് ഇവരെ കൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ബ്രിട്ടീഷ് കമ്പനിക്കെതിരെ ഫൈറ്റ് ഉണ്ടാവാനുള്ള റീസൺ? ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേറ്റീവ് റവന്യൂ സെറ്റിൽമെന്റ്സ്. ഏതൊക്കെയുണ്ട്? റവന്യൂ സെറ്റിൽമെന്റ്സ് പെർമനന്റ് സെറ്റിൽമെന്റ് ഉണ്ട്,
പെർമനന്റ് സെറ്റിൽമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ് ഉണ്ട്. റൈറ്റ് ടു വാരി സെറ്റിൽ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതല്ലേ. റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ്സിന്റെ ഡ്രോബാക്സും അതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റുകളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അതുപോലെ തന്നെ മഹൽവാരി സെറ്റിൽമെന്റും ഉണ്ട് അല്ലേ. മഹൽവാരി സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ കളക്ട് ചെയ്യുന്ന രീതികൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം എഫക്റ്റ് ഉണ്ടായിട്ട് ഇതിന്റെ എഫക്റ്റ് എന്തൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ജമീന്ദാർസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ കാര്യം ഏതാ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്? രണ്ടാമത്തെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫാർമേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ട്. ഏതിലൂടെയാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത്? ഹൈ ലാൻഡ് റവന്യൂ റൈറ്റ്സിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലോയിറ്റേറ്റീവ് ലെവലിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ട്രയാങ്കുലർ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് ട്രയാങ്കുലർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായത്? ട്രയാങ്കുലർ എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെ ഉണ്ടായത്? ട്രയാങ്കുലർ എക്സ്പ്ലോയിറ്റേഷനിൽ ആരൊക്കെയുള്ളത്? ഒന്ന്, മുകളിൽ ഫാർമേഴ്സിനെ ആരൊക്കെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യണത്? ഇന്ത്യൻ ഫാർമേഴ്സിനെ എക്സ്പ്ലോയിറ്റ്. ഒന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഒന്ന് എന്ത് ചെയ്യുന്നത്? ഫാർമേഴ്സിനെ എന്ത് ചെയ്യണത്? എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യണത്. രണ്ടാമത് ചെയ്യണത് ആരാണ്? ജമീന്ദാർസ് ആണ് അല്ലെ. പുതുതായി വന്ന ന്യൂ ജമീന്ദാർസ്, അതിനല്ലെങ്കിൽ ആബ്സെന്റി ലാൻഡ് ലോഡ്സ് എന്നും പറയാം. ആബ്സെന്റി ലാൻഡ് ലോഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഫാർമേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മഹാജൻസ് അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മഹാജൻസ് ഓർ മണി ലെൻഡേഴ്സും ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്? ഫാർമേഴ്സിനെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഒരു പുതിയ റവന്യൂ സെറ്റിൽമെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാരണത്താൽ ഈ ഒരു തരത്തിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് എവിടെ ഉണ്ടാവുന്നുണ്ട്? ഇന്ത്യൻ ഇക്കോണമിക് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാവുന്നുണ്ട്. ഈ റീസൺ കാരണം കൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്? റിസെന്റ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. റിസെന്റ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ടല്ലോ. റിസെന്റ്മെന്റ്സ് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? താലൂക്ക്ദാരി സെറ്റിൽമെന്റ് കാരണത്താൽ എന്തുണ്ടാണ്ട്? അവധിലെ ജമീന്ദാർസിന് ഡിസ്പ്ലഷർ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഡിസ്പ്ലഷർ ഉണ്ടാവുന്നുണ്ടല്ലോ. അവരെ റിമൂവ് ചെയ്തിട്ടല്ലേ പെർമനന്റ് സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഫാർമേഴ്സിനും എന്തുണ്ടാവുന്നുണ്ട്? ഡിസ്പ്ലഷർ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഇക്കണോമിക് റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇക്കണോമിക് റീസൺ എന്ന് പറയുന്നത് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് from the part of the British East India Company as well as British government to destroy the Indian handicrafts and artisan system in India by government policies as well as the effort of the British East India Company. വ്യത്യസ്ത തരത്തിലുള്ള പോളിസികളിലൂടെ ഇവർ എന്ത് ചെയ്യാൻ ശ്രമിച്ച്? ഇന്ത്യയിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സിനെയും ആർട്ടിസാൻസിനെയും എല്ലാം ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനാ അവർ ഡിസ്ട്രോയ് ചെയ്യണത്? അവർക്ക് മാർക്കറ്റ് വേണം അല്ലേ. ആർക്കാണ് മാർക്കറ്റ് വേണ്ടത്? ബ്രിട്ടീഷ് പ്രോഡക്റ്റിന് മാർക്കറ്റ് വേണം. ബ്രിട്ടീഷ് പ്രോഡക്റ്റിന് മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? സിസ്റ്റമിക് ആയിട്ട് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സിനെയും ആർട്ടിസാൻസിനെയും ഇവരെന്ത് ചെയ്തു? നശിപ്പിച്ചു അല്ലേ. ഡിഫറെന്റ്, ഫോർ എക്സാമ്പിൾ കൺസെഷൻ കൊടുത്തിട്ട്, കൺസെഷൻ വഴി, റെയിൽവേയിലൂടെ എങ്ങനെയാണ്? ഹിൻഡർലാൻഡ് മാർക്കറ്റിലേക്ക് വരെ ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ എത്തി. അപ്പൊ അവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് നാറ്റീവ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് ഇല്ലാതെയായി. പകരം എന്താ വന്നത്? ബ്രിട്ടീഷ് പ്രോഡക്റ്റുകളാണ് വന്നത്. ചീപ്പായിട്ടുള്ള ബ്രിട്ടീഷ് പ്രോഡക്റ്റുകളാണ് വന്നത്. അപ്പൊ ഇത് എന്തിനൊക്കെയാണ് എഫക്ട് ചെയ്തത്? ആർട്ടിസാൻസിന്റെ ഇൻട്രസ്റ്റിനെയും എന്ത് ചെയ്തു? എഫക്ട് ചെയ്തു. നമ്മുടെ നാറ്റീവ് ആയിട്ടുള്ള ട്രേഡേഴ്സിനും എന്ത് ചെയ്തു? എഫക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്ടായിരിക്കുക? ഈ ആർട്ടിസാൻസും ട്രേഡേഴ്സും എല്ലാം എങ്ങോട്ടാ തിരിച്ചു പോവുക?
റീസെൻ്റ്ലി നമ്മൾ എന്തിട്ടുണ്ട്, കോവിഡ് ഉണ്ടായ സമയത്ത് എക്സോഡസ് ഓഫ് ലേബർ ഉണ്ടായല്ലോ, ലേബർ മൈഗ്രേഷൻ്റെ ഒരു എക്സോഡസ് ഉണ്ടായിരുന്നല്ലോ, തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായി. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ വാർത്തകളിൽ? അതുപോലെ ഒരു എക്സോഡസ് എവിടേക്കും ഉണ്ടാകും, തിരിച്ച് ഗ്രാമങ്ങളിലേക്കും വില്ലേജിലേക്കും പോകും. ഇതെന്തിന് കാരണമായി തീരും? അഗ്രികൾച്ചർ ഫീൽഡ് ഡിസ്കൈസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റിന് റീസൺ ആയി തീരും അല്ലേ. അതുപോലെ തന്നെ ഒരു റിസെന്റ്മെന്റ്സും ക്രിയേറ്റ് ചെയ്യല്ലോ, റിസെന്റ്മെന്റ്സും ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു റിസെന്റ്മെന്റ്സ് എവിടെ ഉണ്ടായി? ഡീഇൻഡസ്ട്രിയലൈസേഷൻ കാരണത്താൽ എവിടെ ഉണ്ടായി എന്നാ പറയണത്? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ, എക്സ്പെഷ്യലി നോർത്തേൺ ഇന്ത്യയിൽ ഇത്തരം ഒരു കാര്യങ്ങളുണ്ടായി. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഫെമൈനും ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടറാണ് ഏത്? ഫെമൈൻ. മൂന്നാമത്തെ ഫാക്ടറാണ് ഗ്രാമപ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് പോളിസി കാരണമായി ഉണ്ടായിട്ടുള്ള ഫെമൈൻസുകൾ ഉണ്ടായിരുന്നു അല്ലേ. ഡുവൽ ഗവൺമെൻറ് പോലെ, ഡുവൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിസികൾ പോലെ, എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിസീസ് പോലെ എന്തിട്ടായിട്ടുണ്ട്? ഫെമൈൻസുകൾ ഉണ്ടായി. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇക്കണോമിക് റീസൺ. ഇനിയും റീസൺസ് ഉണ്ട്. ഇതാണ് നമ്മൾ പ്രധാനമായും ഇക്കണോമിക് റീസൺസ് ഉണ്ട്. എന്തിന്? 1857 റിവോൾട്ടിന് കാരണമായിട്ട് നമ്മൾ പറയണത്. ഇനി പറയുന്നത് പൊളിറ്റിക്കൽ കോസസാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോസസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. പൊളിറ്റിക്കൽ കോസസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ കോസസ്. ഏതൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായിട്ടുള്ള ഏതൊക്കെ കാരണങ്ങളാണ് 1857 റീസൺ ആയി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. ഏതൊക്കെ റീസൺസാ? നിങ്ങൾക്ക് അറിയാവുന്ന റീസൺസ് ഒക്കെ പറയൂ. ഏതൊക്കെ റീസൺസ് ഉണ്ട്? ഏതെങ്കിലും ഗവർണർ ജനറൽ എടുത്ത പോളിസികൾക്ക് എന്ന് പറയാമോ? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്താണ്? സബ്സിഡറി അലയൻസ്. ആര് സബ്സിഡറി അലയൻസ് ആണ്? സബ്സിഡറി അലയൻസ് ഓഫ് ഗവർണർ ജനറൽ വെല്ലസ്ലി, ലോർഡ് വെല്ലസ്ലിയുടെ സബ്സിഡറി അലയൻസ് നമുക്ക് പറയാം. പിന്നെ ഏതെങ്കിലും പോളിസി നമ്മൾ നേരത്തെ പഠിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതാണ്? യെസ്, ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്തായിരുന്നു? കുട്ടികളായിട്ട് നാച്ചുറൽ ഹെയർസ് ഇല്ലാത്തവർക്ക്, അഥവാ കുട്ടികളില്ലാത്ത കിങ്ഡത്തിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പകരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ആ സ്റ്റേറ്റിനെ ആരോടുകൂടി അനക്സ് ചെയ്യും? ബ്രിട്ടീഷ് ഇന്ത്യയോടുകൂടി അവർ അനക്സ് ചെയ്യും അല്ലേ. ആ ഒരു പറയുന്ന പ്രോസസ്സിന് നമ്മൾ എന്ത് ചെയ്യും? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയും. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആരാണ് കൊണ്ടുവന്നത്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്ന ആരാണ്? യെസ്, ഡൽഹൌസി ആണ് അല്ലേ. ഡൽഹൌസി ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത്. അപ്പോൾ ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാബ്സും എന്തിന് റീസൺ ആയി തീർന്ന്? റിസെന്റ്മെന്റ് റീസൺ ആയി തീർന്ന്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആയ ഒരാളെ പറയാൻ പറ്റുമോ? ഇതിന് വിക്ടിം ആയിട്ടുള്ള ഒരാളെ പറയാൻ പറ്റുമോ? ആരാണ് ഫേമസ് ആയ ഒരാള്? യെസ്, റാണി ഝാൻസി അല്ലേ. റാണി ഝാൻസി. ഇത് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? റാണി ഝാൻസി എവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു? യെസ്, ആംഗ്ലോ മറാത്ത വാർ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ബാജിറാവോ സെക്കൻഡ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞത് റാണി ഝാൻസി ഇതിൻ്റെ വിക്ടിമായി മാറുന്നുണ്ട് നമ്മൾ പറയുണ്ടായി അല്ലേ. അതുപോലെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്തായാലും ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്തിനെ എഫക്റ്റ് ചെയ്തു? ഒരുപാട് സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സത്താര എന്ന് പറയുന്ന സ്റ്റേറ്റിനെ, ഝാൻസി എന്ന് പറയുന്ന സ്റ്റേറ്റിനെ, ഉദയ്പൂർ പറയുന്ന സ്റ്റേറ്റിനെ, ഇങ്ങനെ കുറേ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. ഒരുപാട് സ്റ്റേറ്റിനെ എന്ത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിക്കൊണ്ട് ദേ ഹാഡ് അനക്സഡ് ദീസ് ടെറിട്ടറീസ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇത് അനക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏത്? സത്താരയും ഝാൻസിയും ഉദയ്പൂരും സാമ്പൽപൂരും അടങ്ങുന്ന ഒരുപാട് സ്റ്റേറ്റിന് അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത് വെച്ചു അല്ലേ. ഇതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ കോസസിലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്. വേറൊരു റീസൺ ഇതിനോട് പറയുന്നത് ഇന്ത്യൻ അരിസ്റ്റോക്രസിയുടെ റിസെന്റ്മെന്റ് ആണ്. ഇന്ത്യൻ അരിസ്റ്റോക്രസിയുടെ റിസെന്റ്മെന്റ് ആണ്. എങ്ങനെയാണ് ഈ റിസെന്റ്മെന്റ് വരുന്നത്? ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ മുഗൾ ഇന്ത്യ എങ്ങനെയാണ് നമ്മൾ പഠിക്കണം അല്ലേ. അല്ല, മുഗൾ ഇന്ത്യ അല്ലെങ്കിൽ പ്രീ ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരു ഇറയിൽ എങ്ങനെയാണെന്ന് നോക്കണം. പ്രീ ബ്രിട്ടീഷ് ഇറ.
ഇവിടെ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏതൊക്കെ പോസ്റ്റ് വരാം? കിങ് വരെ ആർക്കാകാമായിരുന്നു? ഇന്ത്യക്കാർക്കാകാമായിരുന്നു. അതുപോലെ തന്നെ വസീർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആവായിരുന്നു. അങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പോസ്റ്റും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് പോസ്റ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം? എത്തിപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ വരുമ്പോൾ ഇന്ത്യക്കാർക്ക് ഏത് പോസ്റ്റാണ് മാക്സിമം മിലിറ്ററിയിൽ എത്താൻ പറ്റുക? സുബേദാർ വരെ എത്താൻ പറ്റുമായിരുന്നുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് നമ്മളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. സുബേദാർ ആയിരുന്നു നമ്മുടെ ഏറ്റവും ലാസ്റ്റ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആരാ ഉണ്ടാവുക? ഇംഗ്ലീഷുകാരാ ഉണ്ടാവുക അല്ലേ? അതുപോലെ തന്നെ സിവിൽ പോസ്റ്റിലാണെങ്കിൽ സദർ അമീൻ വരെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. സദർ അമീൻ വരെ നമുക്ക് എത്താൻ പറ്റുള്ളായിരുന്നു. ഇതിവിടെ എന്താണ് കാണിക്കുന്നത്? ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള അപ്രോച്ച് അല്ലേ? ഇംഗ്ലീഷുകാർക്ക് മാത്രം ഹയർ പോസ്റ്റുകൾ കൊടുക്കുള്ളൂ, ഇന്ത്യക്കാർക്ക് എന്തില്ല? ലോവർ പോസ്റ്റ് മാത്രമേ കൊടുക്കുള്ളൂ, ഹയർ പോസ്റ്റ് കൊടുക്കില്ല എന്നൊരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള കാര്യമല്ലേ? ഇതാരെ ചൊടിപ്പിച്ചു? ഇന്ത്യൻ അരിസ്റ്റോക്രാറ്റ്സ്, ഇന്ത്യൻ അപ്പർ എക്കിലോണിലുള്ള എലൈറ്റ് ആയിട്ടുള്ള നോബിൾസിനെയും അരിസ്റ്റോക്രാറ്റ്സിനെയും ഇത് എന്ത് ചെയ്തു? എഫക്റ്റ് ചെയ്തു. ഈ എഫക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായി കൊണ്ട് അവർക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് എന്തുണ്ടായി? ഹെയ്റ്റ്രഡ് ഉണ്ടായി അല്ലേ? അത് മൊത്തത്തിൽ ഒരു സിസ്റ്റമിക് ആയിട്ട് ഒരു സ്ട്രക്ചറൽ ഹെയ്റ്റ്രഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ റീസൺ ആയി. ഇറ്റ് പ്രൊഡ്യൂസ്ഡ് എ സിസ്റ്റമിക് ആൻഡ് സ്ട്രക്ചറൽ ഹെയ്റ്റ്രഡ് ടുവാർഡ്സ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് വെൽ ആസ് ദ എവറി പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ. അതുകൊണ്ടാണ് അവധിലുണ്ടായ താലൂക്ക്ദാർസും മറ്റ് ജമീന്ദാർസും മറ്റ് അരിസ്റ്റോക്രാറ്റ്സും നോബിൾസും എല്ലാം ഒരുപോലെ എന്ത് ചെയ്യുന്നത്? they raised their revolt and their resentment, their hatred towards British East India Company എന്ന് പറയണത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുവരെ പറഞ്ഞതിൽ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഭാഗത്തുനിന്ന്? നമ്മൾ പറഞ്ഞ പോളിസികൾ തന്നെയാണ്, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇത് ഓരോന്നും റിവൈസ് ചെയ്യുന്നു എന്നുള്ളൂ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോളിസികളാണ് നമ്മളിവിടെ ഓരോന്നായിട്ട് പറയണത് അല്ലേ? ഇനി അടുത്ത റീസൺസ് എന്തൊക്കെയാ? സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള പോളിസികളാണ് അല്ലേ? അടുത്ത റീസൺസ് ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? പൊളിറ്റിക്കൽ കോസസ് പറഞ്ഞു, ഇക്കണോമിക് കോസസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണതാണ് സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള കോസസ് ആണല്ലേ പറയാൻ പോണത്. സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള കോസസ് ആണ് ഇനി പറയാൻ പോണത്. സോഷ്യോ റിലീജിയസ് കോസസ് ഫോർ 1857 റിവോൾട്ട്. 1857 റിവോൾട്ടിന്റെ കോസസ് ആണ്. നിങ്ങളെല്ലാവരും മൗംഗ്ലി വായിച്ചതല്ലേ? ജംഗിൾ ബുക്ക് മൗംഗ്ലി വായിച്ചതല്ലേ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ റുഡിയാർഡ് കിപ്ലിങ്ങിനെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വൈറ്റ് മാൻ ബേർഡൻ എന്നുള്ള സിവിലൈസേഷൻ, വൈറ്റ് മാൻസ് ബേർഡൻ, സിവിലൈസേഷൻ മിഷൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യെസ്, അവിടെ സിവിലൈസേഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെസ്റ്റേൺ ഐഡിയാസിനെ സ്പ്രെഡ് ചെയ്യുക പ്ലസ് സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലേ? സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് വെസ്റ്റേൺ ഐഡിയ എന്ത് ചെയ്യലാണ്? പ്രൊമോട്ട് ചെയ്യലുമായിരുന്നു ഇവരുടെ പോളിസി എന്ന് പറയുന്നത് അല്ലേ? ഈ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റിയും വെസ്റ്റേൺ ഐഡിയാസും എന്തുണ്ടാക്കി? ബാക്ക്ലാഷ് എമംഗ് നാറ്റീവ് പീപ്പിൾ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന നാറ്റീവ് പീപ്പിളൊക്കെ ആരൊക്കെയായിരുന്നു? മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് ആണ് ഉണ്ടായിരുന്നത്. മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് ആണ് ഇവിടെ ഉണ്ടായത്. ഇത് ഇവർക്കിടയിൽ ബാക്ക്ലാഷ് ഉണ്ടാക്കി. ആസ് വെൽ ആസ് വെസ്റ്റേൺ ഐഡിയ വന്ന സമയത്ത് സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ വന്നിട്ടുണ്ട്. രാജാറാം മോഹൻ റായ് പോലെ സതിക്കെതിരെ പോരാടി, അതുപോലെ തന്നെ കേശവ് ചന്ദ്ര സെൻ, ഈശ്വർ വിദ്യാസാഗർ, അങ്ങനെ ഒരുപാട് യങ് ബംഗാളിന്റെ ഡെറോസിയൻസ്, ഇങ്ങനെ ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെന്റുകളും ഉണ്ടാവുന്നുണ്ട്. ഇതാരെ ചൊടിപ്പിക്കും? സൊസൈറ്റിയിലുള്ള ഓർത്തഡോക്സ് എലമെന്റ്സിനെ, ഓർത്തഡോക്സ് ആയിട്ടുള്ള സൊസൈറ്റിയെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള എലമെന്റ്സിനെയും ഇത് എന്ത് ചെയ്തു? ചൊടിപ്പിച്ചു അല്ലേ? അവർക്ക് എതിരായിട്ടാണ് അവർ, ഇതൊരു ത്രെട്ടായിട്ടാണ് ഇതിനവർ പെർസീവ് ചെയ്തത് അല്ലേ? ഇതിനവര് തെറ്റായിട്ടല്ലേ പെർസീവ് ചെയ്ത് അല്ലേ? സോഷ്യൽ റിഫോം മൂവ്മെന്റ് വന്നു. സോഷ്യൽ റിഫോം മൂവ്മെന്റ് വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ
ഇപ്പോൾ മുത്തലാഖ് ബില്ല് പാസ് ചെയ്തു. മുത്തലാഖ് ബില്ല് പാസ് ചെയ്യുമ്പം അതിനൊരു റിഫോം മൂവ്മെൻ്റ് ആയിട്ടാണോ കുറച്ച് സെക്ഷൻ ഓഫ് സൊസൈറ്റി കാണുന്നത്? അല്ല. അതെന്തായിട്ടാണ് കാണുന്നത്? ത്രെഡ് ടുവേർഡ്സ് ദെയർ റിലീജിയൻ അല്ലേ, അവരുടെ മതത്തിനെതിരായിട്ടാണ് അവർ, ഒരു ത്രെട്ടായിട്ടാണ് അവരിതിനെ മനസ്സിലാക്കുന്നത് അല്ലേ. അതുപോലെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളും ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുള്ള ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഇതിനെ ഇവർ കണക്കാക്കിയത് എന്തായിട്ടാണ്? അവരെ സൊസൈറ്റിക്കുള്ള ഒരു ത്രെട്ടായിട്ടാണ് അവരിതിനെ പെർസീവ് ചെയ്തത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡ്, ഒരുപാട് മിഷണറി ആക്ടിവിറ്റി നടന്ന സമയത്ത് ഇതും എന്ത് ക്രിയേറ്റ് ചെയ്തു? ഹെയ്റ്റഡും റിസെൻമെൻസും ഉണ്ടായി. ഇത് ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആർക്കിടയിൽ ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി? നാറ്റീവ് പീപ്പിൾ. എന്തിനെതിരെ ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഫിയർ ക്രിയേഷൻ ആണ് എന്തിലേക്ക് കാരണമായിരുന്നത്? സോഷ്യോ റിലീജിയസ് റിഫോം ക്രീസസിന് ആയിത്തീരുന്നത്. ഇത് കൂടാതെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൽഹൌസി ഒരു ആക്ട് പാസ്സാക്കുന്നുണ്ട്. അതാണ് റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട്. ഇത് പറയുന്നത് കൺവേർട്ടഡ് ആയിട്ടുള്ള, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക്, കൺവേർട്ടഡ് വൺ ക്യാൻ ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻസിസ്റ്റേഴ്സ്. എന്നുള്ളതാണ് ഇതിലെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രൊവിഷൻസും കൂടി വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഈ ഫിയർ കൂടാൻ തുടങ്ങി. ആർക്കിടയിൽ? നാറ്റീവായിട്ടുള്ള ആൾക്കാർക്കിടയിൽ കൂടാൻ തുടങ്ങി. അപ്പോൾ അവർ മനസ്സിലാക്കണം എന്താണ്? കംപ്ലീറ്റ്ലി ഒരു എന്ത് ചെയ്യാനാ പോകുന്നത്? ക്രിസ്ത്യനൈസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ സൊസൈറ്റി ക്രിസ്ത്യനൈസ് ചെയ്യാൻ പോവുക എന്നുള്ള റൂമർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ഇന്ത്യൻ സൊസൈറ്റിയിൽ. അങ്ങനെ ഒരു റൂമർ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? യെസ്, ഡെഫിനറ്റ്ലി അതിനെതിരെ ഒരു റിവോൾട്ട്, ഒരു റിസെൻമെൻറ്റ്സ് ഉണ്ടാകും അല്ലേ. ആ ഒരു റിസെൻമെൻറ്റ്സ് ആണ് എവിടെ റിഫ്ലക്ട് ചെയ്തത്? 1857 റിവോൾട്ടിൽ എന്ത് ചെയ്യുന്നത്? എഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ റീസൺസാണ് ഇപ്പോൾ പറഞ്ഞത്? സോഷ്യോ എക്കണോമിക്, പൊളിറ്റിക്കൽ പറഞ്ഞു, ഇക്കണോമിക് പറഞ്ഞു, സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള റീസൺസ് പറഞ്ഞു. ഇനി പറയാനുള്ളത് മിലിറ്ററി റീസൺസ് ആണ്. മിലിറ്ററി റീസൺസ് അല്ലെങ്കിൽ സീപ്പോയ് റീസൺസ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള സീപ്പോയ് റീസൺസ് ആണ്? സീപ്പോയ്സ് അനുഭവിച്ച റീസൺസ് ആണ് 1857 റിവോൾട്ടിന് കാരണമായി എന്നാണ് പറയുന്നത്. മിലിറ്ററി കോസസ് ഫോർ 1857 റിവോൾട്ട്. 1857 റിവോൾട്ടിന് ഏതൊക്കെ റീസൺ ആയി എന്നാ പറയണത്? മിലിറ്ററി കോസസിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, ഡിസ്ക്രിമിനേറ്ററി നേച്ചർ ടുവേർഡ്സ് ഇന്ത്യൻ സീപ്പോയ്സ്. ഫോർ എക്സാമ്പിൾ, സാലറി, പെൻഷൻ, അതുപോലെ തന്നെ സാലറിയിൽ, പെൻഷനിൽ, റാങ്കിങ്സ് തുടങ്ങി കാര്യങ്ങൾ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുബേദാർ വരെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഈ വിഷയങ്ങളിലൊക്കെ എന്ത് വരാൻ തുടങ്ങി? ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് എവിടെ ഉണ്ടായത്? ആരുടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂളിന് കൂടെ ഉണ്ടായിരുന്നു. ഇതോട് കൂടിയിട്ട് ഇവർ അനുഭവിച്ചിരുന്ന, അഥവാ ഇന്ത്യൻ സീപ്പോയ്സ് അനുഭവിച്ചിരുന്ന ഒരുപാട് പ്രിവിലേജസ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ബേസ്ഡ് ഓൺ കസ്റ്റം പ്രാക്ടീസസ്, കാസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുടെ മേലിൽ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ചില ആനുകൂല്യങ്ങളും ചില കൺസെഷൻസും ആരെടുത്ത് ഒഴിവാക്കി? ഈ ഒരു പീരീഡിൽ ഗവർണർ ജനറൽമാർ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആക്റ്റാണ് ജനറൽ എൻലിസ്റ്റ്മെന്റ് ആക്ട്. ജനറൽ എൻലിസ്റ്റ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്ത് ചെയ്തിരുന്നില്ല? കടൽ കടന്നു പോവാൻ നമ്മുടെ കാസ്റ്റിസം, നമ്മുടെ കാസ്റ്റ് വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം അനുവദിച്ചിരുന്നില്ല. സീ വോയേജ് ബാൻഡ് ആയിരുന്നു, പ്രോഹിബിറ്റ് ആയിരുന്നു. സീ വോയേജ് ചെയ്ത ഒരു കാസ്റ്റിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് പുറത്താകും, ഔട്ട്കാസ്റ്റ് ചെയ്യും എന്നായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ ജനറൽ എൻലിസ്റ്റ്മെന്റ് ആക്ട് അനുസരിച്ച് ബ്രിട്ടീഷ് എംപയറിലുള്ള എവിടെ വേണമെങ്കിലും സർവീസ് ചെയ്യണം. ബ്രിട്ടീഷ് മിലിറ്ററിയിൽ എൻറോൾ ചെയ്യുന്ന ഒരു സീപ്പോയി
ബ്രിട്ടീഷ് എംപയർ ലോകത്തുള്ള എവിടെ വേണമെങ്കിലും ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സർവീസ് ചെയ്യണം എന്നുള്ള റൂള് വന്നു. മനസ്സിലായോ? അപ്പോൾ ഈ റൂള് വരുമ്പോൾ എന്തിനെതിരാണ്? സീ വോയേജ് പ്രോഹിബിഷൻ എന്നുള്ള കാസ്റ്റ് റൂളിന് എതിരാണല്ലേ. ഇങ്ങനൊരു കാസ്റ്റ് റൂളിന് എതിരെ വന്ന സമയത്ത് അത് എന്തിന് റീസൺ ആയി തീർന്നു? അതിലേറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് മിലിറ്ററിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബംഗാൾ എന്നുള്ള ബ്രാഹ്മിൻസും ചിറ്റ്ബാവൻ ബ്രാഹ്മിൻസ്, മഹാരാഷ്ട്ര എന്നുള്ള ബ്രാഹ്മിൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇവരുടെ വിശ്വാസങ്ങൾക്ക് എതിരാണ് അല്ലേ. ഇത് അവരുടെ ഇൻട്രസ്റ്റിനെ വിൻഡിക്കേറ്റ് ചെയ്തു. ഈ വിൻഡിക്കേഷനാണ് പിന്നീട് എവിടെ മിലിറ്ററി കോസസ് ആയിട്ട് എന്തായത് റിഫ്ലക്ട് ചെയ്തത്. മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ജനറൽ എൻലിസ്റ്റ്മെന്റ് ആക്ട് കാരണമായെന്ന് മനസ്സിലായോ? മൂന്നാമത്തെ പോസ്റ്റൽ ആക്ട് ആണ്. പോസ്റ്റൽ ആക്ടിൽ കൺസെഷനോട് കൂടിയിട്ട് ഇതിന് മുമ്പ്, അഥവാ ഈ 1857 ഈ ആക്ടിന് മുമ്പ് കൺസെഷനോട് കൂടിയിട്ട് ഇന്ത്യയിൽ എവിടേക്കും സെയിം ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാമെന്ന് പോസ്റ്റൽ അയക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓഫറും കൂടി, അങ്ങനത്തെ ഒരു കൺസെഷനും കൂടി ഇവർ ഒഴിവാക്കി. ആര്? ബ്രിട്ടീഷ് ഇന്ത്യ ഒഴിവാക്കി. അതും ആരെ ചൊടിപ്പിച്ചു? അന്നുണ്ടായിരുന്ന സീപ്പോയ്സിനെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് റീസൺ ആയിട്ട് പറയണത്. നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഏതൊക്കെ റീസൺസാണ് ഇപ്പോൾ പറഞ്ഞെന്നുള്ളത്? ഇനി ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഏതൊക്കെ റീസൺസ് പറഞ്ഞു? ഇക്കണോമിക് റീസൺസ് പറഞ്ഞു, പൊളിറ്റിക്കൽ റീസൺസ് പറഞ്ഞു, സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള റീസൺസ് പറഞ്ഞു, മിലിറ്ററി റീസൺസ് പറഞ്ഞു. ഇനി ഇത് മാത്രമായിരുന്നില്ല, ഔട്ട്സൈഡ് ഈവൻസും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള 1857 റിവോൾട്ടിനെ ബാധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ക്രീമിയൻ വാർ 1850s നടന്നിട്ടുള്ള ക്രീമിയൻ വാറും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ 1838 to 1842 വരെയുള്ള ഇതും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറയുന്ന 1857 റിവോൾട്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ എഫക്റ്റ് ആണ് എന്തിലേക്ക് എത്തിയെന്നാ പറയുന്നത്? എന്തിലേക്ക് എത്തിയത്? 1857 റിവോൾട്ടിലേക്ക് എത്തിയത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞത് വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നമ്മൾ സോഷ്യൽ റീസൺസ് പറഞ്ഞോ, എക്കണോമിക് റീസൺസ് പറഞ്ഞോ, പൊളിറ്റിക്കൽ റീസൺസ് പറഞ്ഞോ? ഇല്ല, ക്ലിയർ ആണല്ലേ? പക്ഷേ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് ട്രിഗർ ആവാൻ കാരണം ഇമീഡിയറ്റ് ആയിട്ട് റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ മംഗൾ പാണ്ഡെ കണ്ടുകണോ? ആമിർ ഖാന്റെ മംഗൾ പാണ്ഡെ കണ്ടുകണോ സിനിമ? അതിൽ പറയുന്ന പോലെ മംഗൾ പാണ്ഡെ അതിലൊരു ക്യാരക്ടറാണ്. ബർഹാംപൂർ ഇൻഫാൻട്രിയിൽപ്പെട്ട ഒരു സിപ്പോയ് ആയിരുന്നു ആര്? മംഗൾ പാണ്ഡെ എന്ന് പറയും. ഈ സമയത്ത് ഇവരൊരു പുതിയ ബ്രിട്ടീഷ് കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു പുതിയ എൻഫീൽഡ് റൈഫിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ എൻഫീൽഡ് റൈഫിൾ 1853 എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാട്രിഡ്ജ് ഉണ്ടായിരിക്കും. കാട്രിഡ്ജിൽ ഗൺ പൗഡർ ഉണ്ടായിരിക്കും. ഈ ഗൺ പൗഡർ ഇതിലേക്ക് നിറച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഗൺ ഫയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം? കടിച്ചിട്ട് വേണം എന്ത് ചെയ്യണം? ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്നൊരു റൂമർ വന്നു, പിഗിൻ്റെയും കൗവിൻ്റെയും ഗീ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത്? ഈ കാട്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലായതല്ല. അങ്ങനെ ഒരു റൂമർ സ്പ്രെഡ് ചെയ്തു. സ്വാഭാവികമായിട്ടും വളരെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അന്ന് ആര്? ബ്രിട്ടീഷ് മിലിറ്ററിയിൽ ഉണ്ടായിരുന്നത്. ഇത് ഇവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. ഇങ്ങനെ ഈ വേദന, ഇതാണ് ഇമീഡിയറ്റ് റീസൺ ആയിട്ട് മാറുന്നത്. എന്തിലേക്ക്? 1857 റിവോൾട്ടിന് റീസൺ ആയിട്ട് മാറുന്നത്. മെയ് 10 എന്ത് ചെയ്യാണ്? മെയ് 10 1857 ബർഹാംപൂർ ഇൻഫൻട്രിയിൽപ്പെട്ട മംഗൾ പാണ്ഡെ റെഫ്യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫയർ ചെയ്യാൻ വേണ്ടി. പകരം ആർക്കെതിരെ? തങ്ങളെ സീനിയേഴ്സ് ആയിട്ടുള്ള സുപ്പീരിയേഴ്സിനെതിരെ ഫയർ ചെയ്യുകയാണ്. ഇതാണ് മംഗൾ പാണ്ഡെ ഈവൻറ്റ്. ഈ സമയത്താകുമ്പോഴേക്കും ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നാട്ടിലൂടെ ചപ്പാത്തി വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ റീജിയനും എല്ലാവർക്കും ഭയങ്കര യൂണിറ്റി വരുന്നുണ്ട്. എന്തൊക്കെയോ കോൺസ്പിരസി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ സമയത്ത്. എല്ലാവരും ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നുണ്ട്. ഇത് പിന്നീടാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവുന്നത്
തങ്ങൾക്കെതിരെ വരുന്ന ഒരു വലിയ റിവോൾട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 10 തുടങ്ങിയിട്ടുള്ള അത് ബർഹാംപൂർ ഇൻഫൻട്രി നടന്നിട്ടുള്ള റിസൻമെന്റ്, ആ റിവോൾട്ട് 1857 റിവോൾട്ടിലേക്ക് വരാം. അങ്ങനെ ഡൽഹിയിൽ ഒരു വലിയ സഖ്യം എവിടുന്ന് ബർഹാംപൂരും തുടങ്ങിയിട്ടുള്ള ആ വലിയ സഖ്യം എവിടെ എത്തുകയാണ്? ഡൽഹിയിൽ എത്തുകയാണ്. ഡൽഹിയിലെത്തി ജനറൽ ബക്ത് ഖാന്റെ കീഴിൽ ഡൽഹിയിൽ എത്തിയിട്ട് ബഹദൂർ ഷാ സഫറിനെ എന്തായിട്ട് പ്രഖ്യാപിക്കുകയാണ്? ഷഹ്സാദെ ഹിന്ദായിട്ട് പ്രഖ്യാപിക്കുകയാണ്, അഥവാ ഇന്ത്യയിലെ രാജാവായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ കേട്ടതിന് എന്ത് ചെയ്യുന്നു? താങ്ക് യു സോ മച്ച്.